സഖ്യം തുടരുന്നതിൽ സംസ്ഥാന ഘടകത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു യോഗം ചേർന്നത്. വർഷങ്ങളായി തുടരുന്ന സഖ്യത്തിൽ കോൺഗ്രസിന് നേട്ടമില്ലെന്ന അഭിപ്രായമുയർന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ പോലും കോൺഗ്രസിനെ കൂടെ ചേർക്കാൻ DMK തയ്യാറാകുന്നില്ല. ഇതിൽ മാറ്റമുണ്ടായാൽ തുടരാമെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ടുവച്ചു. കഴിഞ്ഞ വർഷം 25 നിയമസഭാ സീറ്റുകൾ മാത്രമാണ് നൽകിയത്. കൂടുതൽ വേണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. The discussion were constructive and focused on strengthening the party and its future strategy in Tamil Nadu. The meeting has unanimously entrusted Honorable Congress President and Leader of Opposition on taking decisions. വിജയിയുടെ TVKയുമായി കൈകോർക്കണമെന്ന ആവശ്യവും ചർച്ചയായി. യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്രൈസ്തവ വിഭാഗത്തിന്റെയും വോട്ട് വിജയിക്ക് ലഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് യോഗത്തിൽ വിലയിരുത്തി. കരൂർ സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധി വിജയുമായി സംസാരിച്ചിരുന്നു. ഇതിൽ DMK അതൃപ്തി രേഖപ്പെടുത്തിയതുമാണ്. എന്നാൽ മുന്നോട്ടുള്ള നീക്കങ്ങൾ കരുതലോടെ മതിയെന്നാണ് തീരുമാനം. TVK BJPയുടെ പിണയാളായി മാറുമോ എന്ന സംശയവും യോഗത്തിൽ ചിലർ ഉന്നയിച്ചു. DMKയുമായി സീറ്റ് ചർച്ചയ്ക്ക് 5-അംഗ സമിതിക്ക് കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ട്. ആ ചർച്ചകൾ നീണ്ടുപോകുന്ന സ്ഥിതിയാണിപ്പോൾ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.